ഹായ്, എസ് എൽ ടോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പേര് പറയുന്നത് കേൾക്കാറുണ്ട്, എൻ്റെ പാർട്ട്ണർക്ക് വേറെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ സംശയം തോന്നാറുണ്ട് എന്നുള്ളത്. സോ നിങ്ങളുടെ പാർട്ട്ണർക്ക് മറ്റൊരാളോട് ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇഷ്ടമൊക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയും. അത് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും. മാത്രമല്ല, നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി മനസ്സിലാക്കിയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കും. സോ അവരുടെ മാറ്റങ്ങൾ പെട്ടെന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെ മാറ്റങ്ങളാണ് അവരിൽ കാണാൻ പറ്റുക എന്നുള്ളത് ഞാൻ പറയാം. ഇതിൽ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ അതിൽ വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അതായത് ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻസ് ഉണ്ടായിരിക്കില്ല. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല രീതിയിൽ മാറിയിട്ടുണ്ടായിരിക്കും. ഫ്യൂച്ചറിനെ കുറിച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവില്ല. അതായത് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ അതിനെക്കുറിച്ച് പറയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും, പറയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടാവും. പക്ഷേ അവര് ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടാവില്ല. നിങ്ങളുമായിട്ടുള്ള ഭാവി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് ആലോചിക്കാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കാനുള്ള ഇൻട്രസ്റ്റ് ആ ഒരു പേഴ്സൺ ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ടാവും, മാറ്റം വന്നിട്ടുണ്ടായിരിക്കും. ഒരു ദിവസം നിങ്ങളെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നിങ്ങളോട് ചിലപ്പോൾ ഭയങ്കരമായിട്ട് മോശമായിട്ട് ബിഹേവ് ചെയ്യുന്ന, തീരെ ഇഷ്ടമല്ലാത്ത ഒരാളെ പോലെ ആയിരിക്കും ചിലപ്പോൾ നിങ്ങളോട് പിറ്റേ ദിവസം ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനെ അത്തരത്തിൽ ഒരു മാറ്റമൊക്കെ അവരിൽ കാണാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ വേറെ ചിലരെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ ഇല്ലാത്ത സ്നേഹപ്രകടനമായിരിക്കും ആ ഒരു സമയത്ത് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് പേരും ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് പാടായിരിക്കും. അത് നിങ്ങളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി. പ്രത്യേകിച്ച് ഒരു റീസണും ഇല്ലാതെ അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന പോലെ കാണിക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ അവരുടെ ആ ഒരു അതായത് അവർക്ക് മറ്റൊരാളുമായിട്ടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ ആ ഒരു കള്ളത്തരം പിടിക്കരുത് എന്നുള്ളൊരു ചിന്ത കൊണ്ടായിരിക്കും, സ്നേഹം കൊണ്ട് അതിനെ മറയ്ക്കാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരങ്ങനെ ഓവറായിട്ട് സ്നേഹം കാണിക്കുന്നുണ്ടെങ്കിൽ അവിടെയും ഒന്ന് സൂക്ഷിക്കുക. അതേപോലെ തീരെ സ്നേഹമില്ല, ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി, കമ്മ്യൂണിക്കേഷൻ നന്നായി കുറഞ്ഞു പോയി, ഇങ്ങനെയൊക്കെ കാണുന്നുണ്ടെങ്കിലും അവിടെ ഒന്ന് നോക്കുന്നത്, അതായത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെയാണ് ഇനിയിപ്പോൾ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ അവർ ഫോൺ യൂസ് ചെയ്യുന്ന കാര്യം നിങ്ങളൊന്ന് നോക്കുക. ഇപ്പോൾ ഫോണിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചു എന്ന് വിചാരിക്കുക. അവർ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മെസ്സേജ് പോയി കഴിഞ്ഞാൽ അവരപ്പോൾ നോക്കേണ്ടതാണ്. നിങ്ങളോട് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പേഴ്സൺ ആണ് എന്നുണ്ടെങ്കിൽ. നേരെ മറിച്ച് വലിയ രീതിയിൽ താല്പര്യം ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ അവർ നോക്കാനുള്ള സാധ്യതയില്ല. ഇവിടെ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ അവർ നോക്കുന്നുണ്ടാവില്ല, സെയിം ചെയ്യില്ല എന്നുള്ളതാണ്. ഓൺലൈനിൽ ഉണ്ടെങ്കിലും സെയിം ചെയ്യുന്നത് കുറവായിരിക്കും. ഇനി അഥവാ സെയിം ചെയ്താൽ തന്നെ വളരെ ഷോർട്ടായ രീതിയിലുള്ള ആൻസർ ആയിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. അതും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആൾക്ക് ഇൻട്രസ്റ്റ് വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം. പിന്നെ ആളുടെ ഫോൺ നിങ്ങളൊന്ന് നോക്കാം. എപ്പോഴും ആൾ ഫോൺ ലോക്കിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതായത് നിങ്ങൾക്ക് മനസ്സിലാകാത്ത രീതിയിലുള്ള എന്തെങ്കിലും ലോക്കായിരിക്കും ഉണ്ടാവുക. മേ ബി മുമ്പത്തെ ലോക്ക് നിങ്ങൾക്ക് അറിയുണ്ടാവും, പക്ഷേ ആ ലോക്കൊക്കെ മാറ്റിയിട്ട് വേറെ ലോക്കായിരിക്കും. അത് ചോദിച്ചു കഴിഞ്ഞാൽ ആൾ ചിലപ്പോൾ പറഞ്ഞു തരില്ല. അതേപോലെ തന്നെ മിക്ക സമയത്തും ഫോൺ ചിലപ്പോൾ ഇങ്ങനെ കമഴ്ത്തി വെച്ചിട്ടുണ്ടാവും. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അറിയാതിരിക്കാനോ അല്ലെങ്കിൽ കോൾ വരുമ്പോൾ അത് ആ പേരോ അല്ലെങ്കിൽ മറ്റോ നിങ്ങൾ കാണാതിരിക്കണം എന്നുള്ള ഒരു ചിന്ത കൊണ്ടൊക്കെ ആയിരിക്കും ഫോൺ കമഴ്ത്തി വെച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ ഇപ്പോൾ ഫോൺ കോൾസ് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പെസിഫിക് പ്ലേസിൽ പോയിട്ട് കോൾ എപ്പോഴും അറ്റൻഡ് ചെയ്യാം. അതായത് നിങ്ങളുടെ അടുത്തല്ല, പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് ഫോൺ അറ്റൻഡ് ചെയ്ത് സംസാരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു ബിഹേവിയർ അവരിൽ കാണാനായിട്ട് പറ്റും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം റിലേറ്റഡ് സയൻസ് ആണ്. അതായത് സമയവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ അവർ ഈവനിങ് പെട്ടെന്ന് അവരെ കാണാണ്ടാവും, പെട്ടെന്ന് വാനിഷ് ആവും. അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾ അവർക്ക് വരിക, അങ്ങനെ പുറത്ത് പോവുക, ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. മുമ്പത്തെ പോലെ അല്ല. മുമ്പെന്ന് പറയുമ്പോൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിലും നിങ്ങളോട് പറയുമായിരുന്നു, എല്ലാം ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു പേഴ്സൺ പുറത്ത് പോയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളെയും കൊണ്ട് പോകും, അല്ലെങ്കിൽ നേരത്തെ പറയുമായിരിക്കും ഇങ്ങനൊരു കാര്യമുണ്ട് എന്നുള്ളത്. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. പെട്ടെന്നാണ് പ്ലാനിങ്സ് ഒക്കെ വരുന്നത്, പെട്ടെന്നാണ് ആൾ തീരുമാനിക്കുന്നത് പുറത്ത് പോകുന്നത്, ചിലപ്പോൾ പോയിട്ടൊക്കെ ആയിരിക്കും പറയുന്നുണ്ടാവുക. അങ്ങനെ നമ്മൾ പോലും അറിയാത്ത, പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള തിരക്ക് ആ ഒരു ആൾക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് അവരുടെ കയ്യിൽ നിന്ന് ചിലവ് കൂടുതലാവുക എന്നുള്ളത്, ക്യാഷൊക്കെ അധികമായിട്ട് പോകുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ചിലവായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഇപ്പോൾ ക്യാഷ് എവിടെയാണ് പോകുന്നത്, ആർക്ക് വേണ്ടി ചിലവാക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് റീസൺ ഒന്നും ഉണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഉത്തരങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. എന്തെങ്കിലുമൊക്കെ തപ്പിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കാന്നൊക്കെ പറയുമല്ലോ, ആ രീതിയിലൊക്കെ ആയിരിക്കും ആൾ ചിലപ്പോൾ മറുപടി പറയുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഒന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളടുത്ത്
സംസാരിക്കണതോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആൾ ഭയങ്കര തിരക്കായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങളുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്ലാനിങ്സ് നടത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ലാസ്റ്റ് മിനിറ്റിലാണെങ്കിലും ആളത് ക്യാൻസൽ ചെയ്യും. നമുക്ക് പോകണ്ട എന്നുള്ള രീതിയിൽ ആളത് ക്യാൻസൽ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ടൈം കൂടുതലും ആൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ശ്രമിക്കുന്നുണ്ടായിരിക്കുക. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് റിലേഷൻഷിപ്പ് സയൻസ് തന്നെയാണ്. അതായത് ശരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഉത്തരം ഉണ്ടാവില്ല. അതായത് നിങ്ങൾ തമ്മിൽ പ്രത്യേകിച്ച് ഒരു കമ്മിറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഉള്ളതുപോലെ ഫീൽ ചെയ്യുന്നുണ്ടാവില്ല. ഇമോഷണൽ അറ്റാച്ച്മെന്റ് വളരെ കുറവായിരിക്കും, ഫിസിക്കൽ അറ്റാച്ച്മെന്റ് വളരെ കുറവായിരിക്കും, ജസ്റ്റ് റൊമാൻസ് പോലും നിങ്ങൾക്കിടയിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ടച്ച് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും, ക്ലോസ്നെസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെ ആൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ള ആ ഒരു കാര്യത്തിൽ നിന്ന് വളരെയധികം മാറ്റം, അതായത് ആള് ഒരു ഫിസിക്കലി ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക പോലും ഇപ്പൊ ഇല്ല, ഒന്ന് ക്ലോസ് ആയിരിക്കാൻ പോലും ആൾക്ക് താല്പര്യമില്ല എന്നൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് അല്ലെങ്കിൽ നമുക്ക് എല്ലാം തുറന്നു പറയാനുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എല്ലാവരുടെയും ആവശ്യമാണ്. അത് ഇപ്പൊ നിങ്ങളോടായിരുന്നു എല്ലാം തുറന്നു പറഞ്ഞിരുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന സമയത്താണ് ആൾക്കൊരു ആശ്വാസം കിട്ടിയിരുന്നത്, സമാധാനം കിട്ടിയിരുന്നത്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യമാണ് സമാധാനം, അല്ലെങ്കിൽ സമാധാനിപ്പിക്കാൻ ഒരാളെ എന്നുള്ളത്. അത് ഇപ്പൊ നിങ്ങളുടെ അടുത്തില്ല എന്നുണ്ടെങ്കിൽ മറ്റൊരാൾ അവിടെ ഉണ്ട്. അതായത് ആൾക്ക് സമാധാനം നൽകാനോ അല്ലെങ്കിൽ ആളോട് നല്ല വാക്കുകൾ പറയാനോ സ്നേഹിക്കാനോ ഒക്കെ വേറൊരാൾ കൂടെ ഉള്ളത് കൊണ്ടാണ് ഇവിടെ നിങ്ങളെ ആവശ്യമില്ലാതെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇമോഷണലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും നിങ്ങളുമായിട്ട് ഒരു അട്രാക്ഷനോ അറ്റാച്ച്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല, വളരെയധികം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ പുറകിൽ അത് നൽകുന്ന അല്ലെങ്കിൽ അതിനുള്ള മറ്റൊരാൾ അപ്പുറത്ത് ഉണ്ട് എന്നുള്ളതാണ്. ഇനി അഞ്ചാമത്തെ ഏറ്റവും ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ക്ലോസ് തന്നെയാണ്. അതായത് സോഷ്യൽ മീഡിയ നമ്മളൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ തന്നെയാണ്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും ഒരാൾ ഇടുന്ന സ്റ്റോറി ആണെങ്കിലും സ്റ്റാറ്റസ് ആണെങ്കിലും അത് ഏത് രീതിയിലുള്ളതാണ് എന്നുള്ളത്. ഒരാൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള സ്റ്റോറി ഇടുന്നു എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആള് സ്നേഹിക്കുന്ന ആള് ഭയങ്കരമായിട്ടുള്ള റൊമാൻസ് ഉള്ള അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന ആളുകളാണ്, റിലേഷൻഷിപ്പിൽ അവർ ഹാപ്പിയാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചെടുക്കും. അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങളുടെ പാർട്ട്ണർ ഇപ്പൊ നിങ്ങളുമായിട്ട് നോർമലായിട്ട് പോകുന്നു, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങളുമായിട്ട് വലിയ രീതിയിൽ കോണ്ടാക്റ്റും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ ആള് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു സ്റ്റോറിയോ മറ്റോ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുമായിട്ട് വലിയ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ കോണ്ടാക്റ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരാളാണ്, പക്ഷെ ഇത് ഇങ്ങനെയുള്ള സ്റ്റോറി ഇടുന്നു. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ അവിടെ ഓക്കെ ആണ്, അല്ലെങ്കിൽ ആള് ഇത്തരത്തിലുള്ള ഒരു സ്നേഹം ആൾക്കുണ്ട്, ഇങ്ങനെ ഉള്ളിൽ സ്നേഹമുണ്ട്, അതേപോലെ തന്നെ ആളെ സ്നേഹിക്കാനും മറ്റാരൊക്കെയോ ഉണ്ട് എന്നുള്ളതല്ല ഇതിന്റെ അർത്ഥം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ആളിടുന്ന സ്റ്റോറീസിൽ നിങ്ങൾ ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ല ആ സ്റ്റോറി എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ അറിയാൻ സാധ്യത കുറവാണ്, ബിക്കോസ് നമ്മളെ ഹൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കാണില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ക്ലോസ് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആളുകളെ മാത്രം അവർ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾ അറിയാൻ സാധ്യത ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെ ആരെങ്കിലുമൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ അറിയാതിരിക്കണമെന്ന് ആൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കാണുമെങ്കിൽ തന്നെ ആൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളുമായി റിലേറ്റഡ് അല്ലാത്ത എന്നാൽ റിലേഷൻഷിപ്പുമായി ബേസ് ചെയ്തിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട്. അതേപോലെ അവരിട്ടുന്ന പോസ്റ്റും കാര്യങ്ങൾക്കൊക്കെ എപ്പോഴും നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു പേഴ്സൺ എല്ലാത്തിലും കമന്റ് ഇടുന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ എന്തോ സംതിങ് വേറെ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് ഈ ഒരു സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ അവരുടെ മാറ്റങ്ങൾ അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഇത് വേറൊന്നുമല്ല, നിങ്ങളല്ലാതെ മറ്റാരെയൊക്കെയോ അവർ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റാരുമായിട്ടോ അവർ കമ്മിറ്റഡ് ആണ് എന്നുള്ളത്, ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറേ ആളുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്നുള്ളത്. സോ ഇതിന്, അതായത് ഇങ്ങനെ നിങ്ങളുടെ പാർട്ട്ണർ മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പിലുണ്ട്, സോ അതിന്ന് മാറിയിട്ട് അവർ നിങ്ങളുമായിട്ട് തന്നെ റിലേഷൻഷിപ്പിലാവണം, അതെല്ലാം അവർ വിടണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട. അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ആവശ്യമാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. എന്താണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുള്ളത് പറയുക. അപ്പം ഞങ്ങൾ സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാം. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് റിസൾട്ടും കിട്ടും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്